ഇപ്പൊ എത്ര തിരക്കുകളാണെങ്കിലും അവസാനം വീട്ടിൽ വന്ന് എല്ലാവരുടെ കൂടെ കൂടുമ്പോൾ സന്തോഷിക്കുന്ന ഒരാളാണോ ഇക്ക? അത് ഞാനിപ്പോൾ ഷൂട്ടിന് പോയാൽ തന്നെ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇനി എത്ര ദിവസമുണ്ട് ഷൂട്ട്, ഇനി എത്ര ദിവസമുണ്ട് ഷൂട്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും വീട്ടിൽ നിന്ന് വന്ന് ഈ മനുഷ്യൻ്റെ കാലിൽ ചൂടറിയില്ല, അതിന് മുമ്പ് വീട്ടിൽ പോകാനുള്ള തിരക്കാന്ന് പറയാം. എവിടെ പോയാലും നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ളത്. വീട്ടിലെത്തി കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് വർക്കിന് പോകണമെന്നാവും. അതിങ്ങനെ അതുകൊണ്ട് അതുമല്ല, ചിലപ്പോൾ സീരിയലിൻ്റെ ഷൂട്ടിന് പോയിട്ട് ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ പോലും രാത്രി ഏതെങ്കിലും ബസ്സിക്കണോ വണ്ടിക്കോ കയറിയാൽ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം പോകും. അങ്ങനെ ബാലൻസ് ചെയ്ത് വീട്ടിൽ നിൽക്കുന്ന ഒരു കംഫർട്ട് വേറെ ആണ്. വീട്ടിലോട്ട് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന എന്താ? അറ്റ്മോസ്ഫിയർ തന്നെയാണ്. വീട്ടിലെ ചുറ്റുപാടുകൾ, വീട്ടിലെ ഭക്ഷണം, വീട്ടിൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, അതായത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ. അല്ലെങ്കിൽ തന്നെ വീടാണ് നമ്മുടെ വീടല്ലേ. വീടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ഒരു മുണ്ടൊക്കെ എടുത്ത് അതുപോലെ നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരും. മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹമില്ല, നമുക്ക് മറ്റുള്ളവർ സ്നേഹമില്ല എന്നല്ല, പക്ഷെ നമ്മളോട് ഇങ്ങനെ ചേർന്ന് ഒട്ടി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ചുറ്റുമല്ലേ നമ്മൾ നടുക്കല്ലേ നമ്മൾ നിൽക്കുക. അപ്പം അതിൻ്റെ ഒരു സുഖം. ഞാനിങ്ങനെ കുറേ ഇങ്ങനെ കണ്ടു, നമ്മുടെ ഇന്ത്യൻ ഫാദേഴ്സിനുള്ളൊരു മെയിൻ പ്രോബ്ലം, അവരൊരു സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെ സകലമാന പണികളും ചെയ്യും. ഫാൻ അഴിക്കുന്നു, ലൈറ്റ് അഴിക്കുന്നു, എല്ലാം കത്തുന്ന സ്വിച്ച് വീണ്ടും അഴിച്ചിട്ട് വീണ്ടും റെഡിയാക്കുന്നു. ഇക്കടെ സ്വഭാവം എങ്ങനെ? ഇതേപോലെ എനിക്കിപ്പോൾ വീട്ടിലുള്ള കാര്യം ഞാനിങ്ങനെ നോക്കി നടക്കുന്ന വഴിക്ക് വല്ല ലൈറ്റൊക്കെ ആവശ്യമില്ല ഓണായി കിടക്കണമെങ്കിൽ അത് ഓഫ് ചെയ്യും. അങ്ങനെ ഫാൻ വെറുതെ കിടന്ന പറഞ്ഞാൽ ഓഫ് ചെയ്യുക. AC അങ്ങനെ ആവശ്യമില്ല, ഇട്ടിട്ട് പിള്ളേർ പോവുകയാണെങ്കിൽ അത് ഓഫ് ചെയ്യുക. പിന്നെ അങ്ങനെയാണ്. പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അതിന് നോക്കുക. ഇപ്പോൾ പൈപ്പിൽ വെള്ളം വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ബൾബ് പോയി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ടിപ്പിക്കൽ ഇന്ത്യൻ ഫാദർ തന്നെ. എല്ലാ പരിപാടിയും അറിയാം. എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ ഇടപെടും. കാരണം പിള്ളേർക്കൊന്നും വലിയ ഇപ്പൊ അങ്ങനെയല്ല, അവരുടെ രീതികൾ വരെ നമ്മുടെ രീതി പറയോ അപ്പൊ ഒരു ദിവസമെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കും. അല്ലല്ല, നമ്മൾ വീട്ടിൽ തന്നെ ആണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ നമ്മൾ അടങ്ങിയിരിക്കാൻ അവർ പറയല്ല. നമ്മളോട് പ്രായവരാണ്, എനർജറ്റിക് ആയിരിക്കുക, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പോവുക വരിക എന്ന് പറയാം. അല്ല എവിടെയെങ്കിലും അടങ്ങിയിരിക്കാൻ ഇന്നേവരെ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ അവർ ഇതേപോലെ പറയോ ഇങ്ങനെ അത് ചെയ്യണം, ലിമിറ്റേഷൻ ചെയ്യണം? ഭക്ഷണ കാര്യത്തിൽ നമുക്ക് ഈ നാടൻ ഭക്ഷണമാണ് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക. അതിൽ ലിമിറ്റേഷൻസ് നമ്മളൊരു സ്വയം നിയന്ത്രണം അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ വാരി വലിച്ച് കഴിക്കാറൊന്നുമില്ല. കാണുമ്പോൾ ഭക്ഷണം കഴിക്കില്ല. നമ്മൾ സാധാരണ നമ്മൾ രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, വൈകുന്നേരം എന്തെങ്കിലും ചായ കുടിക്കുക, രാത്രി ഡിന്നർ എന്തെങ്കിലും ഇതായിട്ട് കഴിക്കാമെന്നതിൻ്റെ അപ്പുറത്തേക്ക് ആർഭാടങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ആർഭാടങ്ങളൊക്കെ കഴിക്കുന്നത് പുറത്തൊക്കെ പോകുമ്പോൾ, ദുബൈയിലൊക്കെ പോകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് പോകുക. ആരും അങ്ങോട്ട് കിട്ടും റെസ്ട്രിക്ഷൻസ് ഇല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും പർച്ചേസിൻ്റെ കാര്യത്തിലും. വർക്കൗട്ടൊന്നും അങ്ങനെ റെഗുലർ വർക്കൗട്ടൊന്നും ഇല്ല. നമ്മൾ ഈ ജോലി ചെയ്യുന്നത് തന്നെ ഇപ്പോൾ സീരിയലിൻ്റെ കഥ അറിയാമല്ലോ. രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ രാത്രി 9 മണി വരെ ത്രൂ ഔട്ട് ഷൂട്ടായിരിക്കും. ഒരു 10 ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ 10 ദിവസം നമ്മൾ എക്സർസൈസ് തന്നെയാണ്. അതെ, ഒരുപാട് ഇങ്ങനെ ഷൂട്ട് വരുന്ന സമയത്ത് ഭയങ്കര ഹെക്റ്റിക് ആവുന്ന സമയത്ത് ആ ഒരു ലൊക്കേഷനിൽ തന്നെ ഇക്കൈക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാറ് പൊതുവേ? വായനയുണ്ട്. ഞാൻ ചിലപ്പോൾ പുസ്തകങ്ങൾ കൊണ്ടുപോകും. പിന്നെ നോട്ട്സ് എഴുതാറുണ്ട്. ഞാൻ ഡയറി അല്ല, ഞാൻ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 4-5 പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലും ഒരു കണ്ടന്റ് വരികയാണെങ്കിൽ അതിനെ നോട്ട് ചെയ്തിടും. പിന്നെ സഹപ്രവർത്തകരോട് സംസാരിച്ചിരിക്കുക, അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് ഏതെങ്കിലും മൂല ഒരു കസേരയിൽ ഇരുന്ന് ഉറങ്ങുക. അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അങ്ങനെ ചെയ്യുക. സാധാരണ നമ്മൾ അങ്ങനെ എൻഗേജ്ഡ് ആകുക ഷോട്ടിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ റിലാക്സ്ഡാണ്. അതെ. അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് യാത്രകളൊക്കെ ചെയ്യാറ്? എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് തനിച്ചുള്ള യാത്ര വലിയ താല്പര്യമില്ല. ഒന്നെങ്കിൽ ഫ്രണ്ട്സ്, പക്ഷേ അത് നമുക്ക് ഈ ഫ്രണ്ട്സ് തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഊണ് കഴിക്കാൻ പോകാൻ, ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, യാത്ര ചെയ്യാൻ പറ്റുന്ന ചില ഫ്രണ്ട്സ് ഉണ്ടാവും, സിനിമക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാവരും കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാനൊക്കെ ഇവിടുത്തെ കൂട്ടുള്ളൂ. ട്രാവൽ ചെയ്യാൻ പറ്റുന്നവരെ മാത്രമേ അതിൽ കൂട്ടുക. അതല്ലേ അതിനപ്പുറത്തേക്ക് വിത്ത് ഫാമിലി എല്ലാവരും മക്കളും മരുമക്കളും ഭാര്യയായിട്ടൊക്കെ പോകുക എന്നുള്ള നല്ലൊരു സുഖം. ഓരോന്നിനും ഓരോരോ കാറ്റഗറീസ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ഫാമിലി ആയിട്ട് പോയ യാത്ര? ഞങ്ങൾ ദുബൈയിലായിരുന്നു ലാസ്റ്റ് പോയിട്ട് വന്നത്. ദുബൈ പോയിട്ട് വന്നു. പിന്നെ നീണ്ട യാത്രകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പിള്ളേർ പഠിക്കണം, പേരക്കുട്ടികളൊക്കെ പഠിക്കുന്നതുകൊണ്ട് അപ്പോൾ മോൾക്കും വരാനുള്ള അതെല്ലാം. പിന്നെ മോൻ്റെ ഷൂട്ട് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഇക്ക നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയല്? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റില് സ്നേഹക്കൂട് എന്നൊരു സീരിയൽ, സൂര്യല് ഹൃദയം എന്ന് പറഞ്ഞ സീരിയൽ. പിന്നെ വളരെ അപൂർവം ദിവസങ്ങളിൽ എനിക്ക് ഫ്ലവേഴ്സിലൊരു വർക്കുണ്ട്. പക്ഷെ അത് അങ്ങനെ റെഗുലർ വർക്ക് തന്നെയില്ല, ഇടയ്ക്ക് ഇങ്ങനെ വരും. ആ ക്യാരക്ടർ അങ്ങനത്തെ പോകുന്നവരാണ്. സിനിമയിലും സീരിയലിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നല്ല സൗഹൃദങ്ങൾ
കുറച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലല്ല മനസ്സിലായി അങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ സൗഹൃദങ്ങൾ നമ്മൾ കൂടെ പഠിച്ചിരുന്ന ആളുകളുണ്ട്, അവരുമായിട്ട് കോൺടാക്ട്സ് ഉണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ ഉള്ള ഇൻഡസ്ട്രിയിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കളുള്ളൂ, അല്ല ഒരാളോട് മാത്രം പ്രത്യേകമെന്ന് പറയാൻ പറ്റുന്ന അങ്ങനെ റെഗുലർ കോൺടാക്ട്സ് ഉള്ള അങ്ങനെ ആരുമില്ല. ലൊക്കേഷനിൽ കാണുമ്പോൾ ഉള്ള സ്നേഹവും സന്തോഷവും എവിടെയെങ്കിലും ഇപ്പോൾ ഇതുപോലെയുള്ള ഫംഗ്ഷനിൽ വെച്ച് കാണുന്നു, അപ്പം നമ്മൾക്കും തിരക്കുണ്ടാവും, അതിനേക്കാൾ കൂടുതൽ തിരക്ക് അവർക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ, അല്ലാതെ ഡെയിലി കോൺടാക്ട് ചെയ്യുന്ന സൗഹൃദങ്ങൾ തീരെ സിനിമയിലും സീരിയലിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ചിലരുമായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വിളിച്ച് സംസാരിക്കും. പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്ക് പുറത്തുള്ള ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള സൗഹൃദങ്ങളുണ്ട്, അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇക്ക ഇങ്ങനെ എഴുതുന്ന ആളാണല്ലോ, അപ്പോൾ ഈ ഒരു ശീലം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതാണോ? അങ്ങനെയല്ല, ചെറുപ്പത്തിൽ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെറുപ്പത്തിൽ കയ്യക്ഷരം നന്നാക്കാൻ വേണ്ടിയുള്ള എഴുത്തായിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് നന്നാവുക എന്ന് പറഞ്ഞ ഇതുള്ള രീതി. അപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ എഴുതുക എന്നുള്ളതിനേക്കാൾ വായിക്കാനുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു. വായിച്ചിങ്ങനെ വരുമ്പോൾ ചില എഴുത്തുകാരോടുള്ളൊരു താല്പര്യം, അപ്പോൾ അവരുടെ ഒരു ശൈലി നല്ല ഇഷ്ടമാവും. ഇപ്പോൾ MT വായിക്കുമ്പോൾ ബഷീർ അങ്ങനെയുള്ള ആളുകളുടെ ശൈലിയുടെ ഒരു ഇഷ്ടം, അപ്പോൾ അങ്ങനെ ഒന്ന് എഴുതി നോക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ഒരു ശ്രമം. അങ്ങനെ കുറേ കാലം ശ്രമിച്ചതിന് ശേഷമാണ് എഴുതാനുള്ള ധൈര്യം വന്നത്. ചെറിയ നോട്ട്സ് ഫേസ്ബുക്കിലും കേട്ടു, അതിന് റെസ്പോൺസ് വന്നു. അങ്ങനെയാണ് പിന്നെ ചില സ്ലോട്ടുകൾ വരുമ്പോൾ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ എഴുതി. ഏറ്റവും ഇക്കായെ മനസ്സിൽ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ അങ്ങനെ ഉണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരൻ MT ആണ്. MTനെ ഇഷ്ടമാണ്. മറ്റേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇഷ്ടമാണ്. മലയാറ്റൂരിൻ്റെ എല്ലാവരുടെയും എഴുത്തിൻ്റെ ഓരോ ശൈലിയുണ്ടല്ലോ. ഇപ്പോൾ OV വിജയൻ്റെ പുസ്തകങ്ങളാണെങ്കിലും സേതുവിൻ്റെ പുസ്തകങ്ങളാണെങ്കിൽ, ഇപ്പോൾ പുതിയ എഴുതുള്ള ബാലേന്ദ്രൻ്റെ പോലെ, അല്ലെങ്കിൽ ഇട്ടിക്കോര പോലെയുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ബെന്യാമിൻ്റെ പോലെയുള്ള അവരെ പല തരത്തിലുള്ള എഴുത്തുകാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എഴുത്തിൻ്റെ ശൈലി വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഇത് ആരെഴുതിയാന്ന് നമുക്ക് വായിച്ചാൽ വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ശൈലികളോട് എനിക്കിഷ്ടമാണ്. പക്ഷേ സ്വാധീനിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്, അങ്ങനത്തെ എഴുത്തിൻ്റെ രീതി. കഥകൾ ഇപ്പോൾ MT സാറിൻ്റെ ആണെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആണെങ്കിലും ഒക്കെ കഥകൾ സിനിമകളായിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരുപാട് ഇപ്പം ആടുജീവിതം ആണെങ്കിലും എല്ലാ സിനിമകളായിട്ടുണ്ട്. അത്രയും വായിച്ച് നമ്മൾ ആ ബുക്കിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ആളുകൾ എന്ന നിലയിൽ അതൊക്കെ സിനിമകളാവുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വായിക്കുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് മൂവി കാണുമ്പോൾ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ വായിക്കുന്ന പല കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്ത് വരുത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതാണ് ഈ എഴുത്തും വായനയും സിനിമയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ പണ്ടൊക്കെ ഒരുപാട് നോവലുകൾ സിനിമയായിട്ടുണ്ട്, അതിലൊക്കെ ഒരു സിനിമ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഈ എഴുത്ത് നോവലുകളിലോ കഥകളിലോ ഒന്നും സിനിമ കുറവാണ്, വിഷ്വൽസ് കുറവാണ്. അത് ഒരു ദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോഴും സിനിമകളും അങ്ങനെയാണല്ലോ. ഒരുപാട് നീണ്ടകാല കഥകളൊന്നും പറയുന്നില്ലല്ലോ. ചെറിയ ഒരു ദിവസത്തെ കഥ, അല്ലെങ്കിൽ ഒരു മണിക്കൂറത്തെ കഥ, ഒരു കല്യാണത്തിൻ്റെ കഥ, അത്രയൊക്കെ പറഞ്ഞുള്ളൂ. പക്ഷേ എഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന എഴുത്തുകളുണ്ട്. അതാണ് സിനിമയാക്കാൻ പറ്റുന്നത്. വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഇതുപോലെ സിനിമ ആയപ്പോഴത്തേക്ക് അതിനോട് ഒരു 90% നീതി പുലർത്തി എന്ന് തോന്നിയ കുറച്ച് സിനിമകൾ നമുക്ക് ഈ പറഞ്ഞില്ലേ. ഇപ്പോൾ നമ്മൾ പണ്ട് വന്നിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ ചെമ്മീനോ അനുഭവ വാഴ്ചകളോ അല്ലെങ്കിൽ ഏണിപ്പടികളോ അങ്ങനെയുള്ള സിനിമകൾ, ഒരുപാട് പുസ്തകങ്ങൾ സിനിമയായിട്ടുണ്ട്, ഒരുപാട് നാടകങ്ങൾ സിനിമയായിട്ടുണ്ട്. അതൊക്കെ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഫോർമാറ്റിലേക്ക് മാറുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ വായനയും ഇപ്പോൾ എഴുതുന്നവരുടെ വിഷ്വലൈസ് ചെയ്യുന്നവരുടെ ഇത്, അതുകൊണ്ടാണ് ഈ തിരക്കഥ വേറെ മാറി നിൽക്കുന്നത്. ഒരു നോവൽ സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്ക്രിപ്റ്റിങ്ങിലാണ്. സ്ക്രിപ്റ്റ് എഴുതുന്നത് സിനിമയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചില മാറ്റങ്ങളും ഒതുക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അതെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിലും ഒരു അന്നത്തെ കാലത്ത് ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്ന സമയത്ത് സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ദൂരത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ഫാമിലിയിൽ ഒരുപാട് പേരും ആ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ? അങ്ങനെ നമ്മൾ ഓർത്തഡോക്സാണ്, നമ്മൾ വളരെ മതപരമായ രീതിയിലൊക്കെ ജീവിക്കുന്ന, വളരെ ഗ്രാമീണ ജീവിതം നയിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെയും നമ്മൾക്ക് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും ഒരു കുരുക്കിടാൻ വീട്ടിലുള്ളവർ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഉത്സവം കാണാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ സിനിമ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൂട്ടുകാരെടുത്തൊന്ന് അവിടെ കറങ്ങാൻ പോകുന്നു എന്നുള്ളതിനൊന്നും അത് വേണ്ട, അങ്ങനെയൊന്നും നിഷേധിച്ചിട്ടില്ലോ, അങ്ങനെ നിഷ്കർഷത വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ സിനിമ കാണിക്കാൻ ചെറുപ്പത്തിലെ വാപ്പ തന്നെ നമ്മൾ ഒരുപാട് സിനിമകൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനും ഏട്ടനും അനിയനും പെങ്ങളും എല്ലാവരും കൂടി ഞങ്ങൾ കുടുംബസമേതം തന്നെ ഈ പറയുമ്പോൾ ഈ ഓർത്തഡോക്സ് രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിം ഇതിൽ വന്നാൽ പോലും ഞങ്ങളെല്ലാവരും കൂടി രാത്രി സിനിമ സെക്കൻഡ് ഷോ കാണാനൊക്കെ ഒരുപാട് അന്നൊക്കെ ഈ C ക്ലാസ് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത്. അന്ന് ടൗണിലൊന്നും പോയി സിനിമ കാണാൻ നടക്കില്ല, അങ്ങനെ ഇതുകൊണ്ട്. എന്നാലും ഒരു മുസ്ലിം ഫാമിലിയൊക്കെ സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോകുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലായിരിക്കും. നമ്മളങ്ങനെ സ്ഥിരമായിട്ടില്ല, ഒരു
ആ സിനിമ കണ്ടാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ സിനിമ നല്ലതാണെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി പോയി കാണും. പാപ്പ തന്നെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ കാണിച്ചിട്ടുണ്ട്, ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും എല്ലാവരും ഒരുപാട് സിനിമകൾ കാണിച്ചു. അപ്പോൾ അങ്ങനെ സിനിമ നമ്മളിലേക്ക് സിനിമ വരികയായിരുന്നു, നാച്ചുറലി സംഭവിച്ചതാണ്. ഈ പറയുന്ന മക്കളൊക്കെ ആണെങ്കിലും നെക്സ്റ്റ് ജനറേഷനും ഇതുപോലെ ഇപ്പൊ അഷ്കർ ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും മക്ബൂൽ ആണെങ്കിലും ഇവരും എല്ലാവരും മൂവിയിലോട്ട് വരിക. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊന്നും സിനിമയിലേക്ക് വരണമെന്ന് നമ്മളൊന്നും ആഗ്രഹിച്ചില്ല. ഇപ്പം മമ്മൂട്ടിനെ സംബന്ധിച്ച് പുള്ളി സിനിമ ആഗ്രഹിച്ച ആളാണ്, അത് സിനിമയിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഞാൻ ആക്സിഡൻ്റലി സിനിമ വന്നതാണ്, അങ്ങനെ ഒരു പർപ്പസ്ഫുള്ളായിട്ട് വന്ന ആളാണ്. പിന്നെ ഇപ്പോൾ പുതിയ ജനറേഷൻ ഇപ്പോൾ മക്കൾ സിനിമയിൽ അഭിനയിക്കുന്നത് പറഞ്ഞാൽ അവർ കണ്ട് വളർന്ന സംഭവങ്ങളിലാണ്. അപ്പോൾ അവർക്കൊരു റോൾ മോഡൽ എന്ന് പറയുമ്പോൾ അഭിനയിക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം അവർക്ക് സിനിമയിലേക്ക് വരാൻ താല്പര്യമുണ്ടായത്. പിന്നെ എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ ബ്ലഡിലുള്ള ഒരു ഇപ്പോൾ ദുൽഖറിൻ്റെ ആണെങ്കിലും മക്ബൂലിൻ്റെ ആണെങ്കിലും ഒക്കെ ബ്ലഡിൽ അതുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. സിനിമയ്ക്കോ അല്ലെങ്കിൽ സീരിയലിനോ, അതായത് ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ലൈഫിൽ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടോ? സാക്രിഫൈസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നേടുമ്പോൾ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാം കൂടി ഒരുമിച്ച് നേടണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നത്. നമ്മൾ തിരക്കാവുന്നു, നമ്മൾ അഭിനയിക്കാൻ പോകുന്നു, അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രൈവസി കുറച്ച് നഷ്ടപ്പെടും. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ പ്രൈവസി ഞാൻ പബ്ലിക്കിലേക്ക് ഇറങ്ങാതിരിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല. ഞാനൊരു കോമൺ മാനായിട്ടേ നിന്നിട്ടുള്ളത്. കാരണം എൻ്റെ ഇൻഡസ്ട്രി അങ്ങനത്തെ സീരിയൽ എന്ന് പറയുമ്പോൾ ജനങ്ങളിലൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, സിനിമയേക്കാൾ കൂടുതൽ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സീരിയൽ. അപ്പോൾ നമ്മളെ ആൾക്കാർ വീട്ടിൽ നിന്ന് കാണുകയാണ്, മറ്റുള്ളവർ തിയേറ്ററിൽ പോയിട്ടാണ് കാണുക. സിനിമ കാണാൻ നമ്മൾ അങ്ങോട്ട് പോകണം, സീരിയൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് കാണുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജനകീയമായിട്ടുള്ളൊരു ഇടപെടലുകളുണ്ട് ജനങ്ങളുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല.